ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതുപോലൊരു ഏലിയൻ്റെ ഓഫീസ് നമ്മുടെ ബസ് സിമുലേറ്ററിലുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിന്ന് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അതിനായിട്ട് ഗൈസ് നമ്മൾ മാപ്പ് എടുത്തതിന് ശേഷം പെൽമെറാക്ക് ടു പെൽ ബക്കാവുഹനി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. നമ്മളപ്പോൾ ഈ ഒരു ബസ്സിലാണ് പോകുന്നത്, നമ്മുടെ കൊമ്പൻ ബോംബെ. അപ്പോൾ എന്തായാലും നമുക്ക് പറപ്പിക്കാം കേട്ടോ ഗൈസ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗ് അടിക്കും. അത് കാരണം കുറച്ച് സ്പീഡിൽ പോകട്ടോ ഗൈസ്, അത് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ GPS നോക്കി പോകരുത്. ഇതിന് വേറൊരു മാപ്പാട്ടോ ഞങ്ങളുടെ ഒരു രീതിയിൽ. അപ്പോൾ നമ്മളിത് ഒരു GPS കാണുന്ന ഇതുവഴിയൊക്കെ നമ്മൾ GPS കാണിക്കുന്ന പോലെ തന്നെ പോകണം. ഇതുപോലെ അതിനുശേഷം ഒരു ഇവിടെ വെച്ചിട്ട് നമ്മൾ GPS കാണിക്കുന്ന വഴി പോകരുത്. ഈ ഒരു വഴി കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ ബൈക്കുകാരൻ്റെ നിന്ന് ഇടിച്ചിട്ട് കേസ്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും അങ്ങനെ സ്ട്രെയിറ്റ് തന്നെ പോകാം. ഇനി പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളപ്പോൾ നല്ല സ്പീഡിൽ തന്നെ പോവുകയാണ്. ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ സ്ഥലം എത്തുന്നത് ഗൈസ്. ഈ ഒരു വളവും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു ഏലിയൻ്റെ ഓഫീസ് ഗൈസ് ഇടിച്ച്. അപ്പോൾ ഞാൻ ആ സ്ഥലം കാണിച്ചു തരാം. ഏതുമല്ല ഗൈസ്, ഈ സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ആർച്ച് പോലെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിലോട്ടാണ് പോകേണ്ടത്, ലെഫ്റ്റ് സൈഡ് കാണുന്നത്. അപ്പം നമുക്കിനി അതിൻ്റെ അകത്തേക്ക് പോകാം. നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ പറയുന്ന ആ ഒരു ഏരിയയിൽ വേണം നിങ്ങൾ നമ്മുടെ ബസ്, നിങ്ങൾ പോകുന്ന വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഗൈസ്. ഈ ഒരു ഏരിയയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വേണം നമ്മുടെ ആ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ, എന്നാലാണ് കറക്റ്റ് ആ വീട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവറായിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം ഗൈസ്. അപ്പോൾ ഇനി ഈ കാണുന്ന വീട്, അതായത് ഞാനിപ്പോൾ കാണിച്ചത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് കാണുന്ന വീടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു മൂലക്കിരിക്കുന്ന വീട്. അപ്പോൾ ഈ ഒരു ചെക്കൻ ഡാൻസ് കളിക്കണം ഗൈസ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ അകത്തായിട്ടാണ് നമ്മുടെ ഏലിയൻ താമസിക്കണമല്ല, ഏലിയൻ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ഓഫീസാണ്. പുള്ളി ഭൂമിയെ നശിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല, വലിയ ഉറപ്പൊന്നുമില്ല. നമ്മളപ്പോൾ ആ ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് കയറും കേട്ടോ ഗൈസ്. ഈ ഒരു വഴി കൂടി കയറണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്ഥലം കാണിച്ചു തരാം ഗൈസ്. ഈ ഒരു സ്ഥലം, അതായത് എന്നാ പറയണ, ഒരു ബഹിരാകാശത്തിൻ്റെ ഒരു സെറ്റപ്പുള്ളൊരു സ്ഥലം. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ചാടണം, അപ്പോഴാണ് നമ്മൾ ഏലിയൻ്റെ ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഗൈസ്. ഇതുപോലൊരു അണ്ടർഗ്രൗണ്ടിലാണ് നമ്മുടെ ഏലിയൻ ഇരിക്കുന്നത്. ലുക്ക് സ്ഥലമല്ലേ ഗൈസ്, കൊള്ളാം. എനിക്കൊരു ഗാലക്സി പോലെയൊക്കെ തോന്നുന്നു. ഗാലക്സി അല്ല, നമ്മുടെ അത് തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ ഏലിയൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഗൈസ് ഫുൾ AC ആട്ടോ, ഫുൾ സെറ്റപ്പൊക്കെയാണ്. ഒരു CCTV ഉണ്ട്, ഇഷ്ടം പോലെ ഇതൊക്കെ ഉണ്ട്, കമ്പ്യൂട്ടറും CPU എല്ലാം, സ്പീക്കറൊക്കെ ഉണ്ടല്ലോ ഗൈസ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ചെക്കൻ അവിടെ ഭയങ്കര പണിയെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ ഗുഹയിൽ പോണ വീഡിയോ ഇട്ടായിരുന്നു ഏലിയനെ കാണാൻ. അപ്പോൾ ആ ഒരു ഏലിയൻ്റെ ഒരു ബനിയനോ കാര്യങ്ങളൊന്നും അല്ലെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ പറയണത്. പുള്ളിക്കാരനൊരു നീല ഷർട്ട് പോലത്തെ എന്തോ സംഭവമായിരുന്നു. ഇതെന്താണ്ടൊരു ഓറഞ്ച് ഷർട്ടൊക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിലോട്ട്, അതായത് ആ ലാപ്ടോപ്പിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ജസ്റ്റ് ആ ഒരു നടക്കണ ആ ഒരു വഴി മാത്രമേ പറ്റത്തുള്ളൂ ഗൈസ്. ഞാൻ ചാടി നോക്കണ്ട, പക്ഷെ നടക്കണില്ല, ഞാൻ മടുത്ത് ഗൈസ്. അപ്പോൾ ഇവിടെ ഏതാണ്ടൊക്കെ തട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കമ്പ്യൂട്ടറും PC ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. AC ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏലിയൻ്റെ അടുത്ത് ഞാൻ കുറച്ച് സംസാരിക്കുമായിരുന്നു ഗൈസ്. നമ്മളേതായാലും ഏലിയൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോകാൻ സമയമായി. അതുകൊണ്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ പുള്ളി പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഗായ്സ്, ഇവർ ഈ ബസ് സിമുലേറ്ററിൻ്റെ പരിപാടി തന്നെയാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെന്ത് എഡിറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഇങ്ങേര് വേറെന്താ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോംബെയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് തിരിച്ചു. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോകാൻ സമയമായി. ഇതാണ് ബോംബെ, നമ്മുടെ ബസ്. അപ്പോൾ ഈ ബസ് ഇഷ്ടപ്പെട്ടെന്നുള്ളവർ താഴെ ഒരു എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടട്ടോ ഗൈസ്. നമ്മുടെ സന്തോഷം കൊണ്ട് ഡാൻസൊക്കെ കളിക്കണം ഗൈസ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഏതായാലും പുതിയ ഏതെങ്കിലും ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഈ ഇടയ്ക്കായിട്ട് കൂടുതലും ചെയ്യുന്നത്. അതൊന്നുകൊണ്ടല്ല ഗൈസ്, കുറേ നാളായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. പിന്നെ നമ്മുടെ മലയാളികളുടെ യൂട്യൂബ് ചാനലിലൊന്നും ഇങ്ങനത്തെ വീഡിയോ വരാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് വേറെ രീതിയിൽ വീഡിയോ ചെയ്യാം. നിങ്ങൾ പറയുന്ന വീഡിയോസാണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ 2-3 പേരുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനത്തെ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ബസ് സിമുലേറ്റർ പോലത്തെ എനിക്ക് അറിയാവുന്ന ഗെയിമൊക്കെ ഞാൻ ജസ്റ്റ് കളിക്കുവാണ്. അപ്പോൾ നമ്മുടെ കൊമ്പൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാട്ടോ ഗൈസ്. അങ്ങനെ നമ്മളെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ വീഡിയോ 5 മിനിറ്റ് തികച്ച് ഗൈസ്. സാധാരണ ഞാൻ ഏത് സ്ഥലത്ത് പോലും കുറച്ച് സമയം എടുക്കുകയുള്ളൂ. ഇത്തവണ എല്ലാം പറഞ്ഞു വന്നപ്പോൾ 5 മിനിറ്റായി.